എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് സ്മാർട്ട് ഫോൺ ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതിപ്പോൾ പേഴ്സണൽ കാര്യങ്ങളായാലും പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്കും ഒരുപാട് കാര്യങ്ങൾക്ക് എപ്പോഴും ഫോൺ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി ഇന്ന് ഒരുപാട് ആപ്ലിക്കേഷനുകൾ, അത് ബേസിക് ലെവലിൽ വാട്സാപ്പ് മുതൽ പല കമ്പനികളും ഉപയോഗിക്കുന്ന അവരുടേതായിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകളുടെ ആക്സസ് വരെ അവരുടെ ഫോണുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷേ പലപ്പോഴും ശ്രദ്ധ കിട്ടുന്നില്ല കാര്യങ്ങളിൽ, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവണം. ഒരു ചെറിയ കാര്യത്തിന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം അതിൻ്റെ പുറകിൽ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫോൺ യൂസേജ് നമ്മുടെ പ്രൊഫഷണലും ബിസിനസ് പരമായ കാര്യത്തിന് ഉപകരിക്കുകയും ചെയ്യണം, എന്നാൽ കൺട്രോൾ ചെയ്തും കൊണ്ടുപോകാൻ എന്തെങ്കിലും ചെയ്യാൻ മാർഗമുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ളൊരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് പരിശീലിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഒരു 4 Rs അല്ലെങ്കിൽ 4 R വെച്ചുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫോണിൻ്റെ യൂസേജ് ഒന്ന് ലിമിറ്റ് ചെയ്യാൻ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാണ് ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ R എന്ന് പറയുന്നത് റിമൂവ് ആണ്. റിമൂവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ പലപ്പോഴും ചെറിയ ചില സാഹചര്യങ്ങളിൽ കുറേ മൊബൈൽ ആപ്ലിക്കേഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. പിന്നീട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ പലപ്പോഴും നമ്മളത് ഉപയോഗിക്കാറില്ല. പക്ഷേ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ആ ആപ്പ് അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ശ്രദ്ധ അതിലേക്കൊന്ന് പോകുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ വാല്യൂസ് ഒന്നും ആഡ് ചെയ്യുന്നില്ലാത്ത, നമ്മുടെ ജീവിതത്തിൽ വലിയ അത്യാവശ്യമൊന്നുമില്ലാത്ത കുറേ ആപ്പുകൾ നമ്മുടെ ഫോണിലുണ്ടാവും. അത് ആദ്യം ഒന്ന് എടുത്ത് റിമൂവ് ചെയ്താൽ നന്നായിരിക്കും. അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ തന്നെ ഒരു കാര്യത്തിന് കയറി നോക്കുമ്പോൾ ആവശ്യമുള്ള കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ പോകാനുള്ള സാഹചര്യം ഉണ്ടാവും. 2 റീപ്ലേസ് എന്നുള്ളതാണ്. റീപ്ലേസ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതും ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയ ആപ്പുകൾ ചെക്ക് ചെയ്യുന്നതിന് പകരം ഒരു സമയം, ഒരു ടൈം ബോക്സ്ഡ് കലണ്ടർ സെറ്റ് ചെയ്യുക. ആ സമയത്തിലേക്കായിരിക്കണം ഇതിൻ്റെ യൂസേജ് ഒന്ന് റീപ്ലേസ് ചെയ്യേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ടൈം ബ്ലോക്കിംഗ് പോലെ ഒരു ദിവസത്തിൽ ഇത്ര തവണ, ഒരു 4 തവണ ഇന്ന സമയങ്ങൾ 2 മണിക്കൂർ ഇടവേളകളിൽ എന്നുള്ള രീതിയിൽ ആദ്യം ഒരു സ്വയം കലണ്ടർ സെറ്റ് ചെയ്ത് നോക്കുക. ആ സമയത്തിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ യൂസേജ് ഒന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഒരുപാട് സമയം ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റീവ് ആക്കേണ്ട സമയം വരെ നോൺ പ്രൊഡക്റ്റീവായി മാറുന്ന അവസ്ഥയുണ്ട്. ഇവിടെയാണ് ഈ റീപ്ലേസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു നിശ്ചിത സമയം, കാരണം ഇതൊക്കെ ഇനി ഇല്ലാതെ പറ്റുമൊന്നുമില്ല, പക്ഷേ അതിന് വേണ്ടിയിട്ടൊരു ടൈം ബോക്സ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഫിക്സഡ് ബ്ലോക്കിലേക്കൊന്ന് മാറ്റാൻ പരിശ്രമിച്ച് തുടങ്ങുക. മൂന്നാമത്തെ കാര്യം റീഅറേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു എസെൻഷ്യൽ ഹോം സ്ക്രീൻ സെറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു ആപ്പുകൾ ആവശ്യമില്ലാത്തതിനെയൊക്കെ ഒന്ന് തരംതിരിക്കണമെന്ന്. ഇതിനൊന്ന് കാറ്റഗറൈസ് ചെയ്യുക. പ്രൈമറി ടൂൾസ് എന്നുള്ള രൂപത്തിൽ ചില ഫിക്സഡ് ആപ്പുകൾ, അതായത് നമുക്ക് ചില ആസ്പിറേഷൻസ് ഉണ്ടാവും. ചിലരെ സംബന്ധിച്ച് ഹെൽത്തി ഹാബിറ്റ്സ് ലൈക്ക് മെഡിറ്റേഷനോ എക്സസൈസോ റീഡിങ്ങിനെയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആപ്ലിക്കേഷൻ ഉണ്ടാവും. അതിനെ ഒന്ന് തരംതിരിച്ച് വെച്ചേക്കുക. പിന്നെ ചിലത് എന്തായിരിക്കും, നമ്മുടെ ജോലീനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ചിലത് നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും. ഇങ്ങനെ ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഹോം സ്ക്രീൻ എന്ന് പറയുമ്പോൾ, ഫോൺ എടുത്ത് നോക്കുമ്പോൾ ആദ്യം കാണുന്ന ആ ഒരു ഹോം സ്ക്രീൻ ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രം ഒന്ന് തരംതിരിച്ചൊന്ന് റീഅറേഞ്ച് ചെയ്യുക. നാലാമത്തെ കാര്യം റീക്ലെയിം എന്ന് പറയുന്നത് വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു കാര്യമാണ്. ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഈ നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴാണല്ലോ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധ പോയി അതിലേക്ക് പോകുവാൻ അല്ലെങ്കിൽ എടുത്ത് നോക്കാനുള്ള കാരണം ആകുന്നത്. അപ്പോൾ ഏറ്റവും അർജൻറ്റ് മെസ്സേജസ് വരുന്ന ആപ്ലിക്കേഷൻ മാത്രമേ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. അല്ലാത്ത കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓഫ് ചെയ്തിട്ടാൽ ആവശ്യമുള്ള സാഹചര്യത്തിൽ നമുക്ക് കയറി എടുത്ത് നോക്കുന്ന അവസ്ഥ വരും. ഈ 4 Rകൾ ഒന്ന് സിമ്പിളായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. റിമൂവ് ആപ്സ് ദാറ്റ് ഡോണ്ട് സെർവ് യു, അതായത് നമുക്കിപ്പോൾ വളരെ അത്യാവശ്യമുള്ള അല്ല എന്ന് തോന്നുന്ന ആപ്ലിക്കേഷനുകളൊന്ന് റിമൂവ് ചെയ്യുക. റീപ്ലേസ് കോൺസ്റ്റൻറ്റ് ചെക്കിങ് വിത്ത് ടൈം ബോക്സ്ഡ് ഫോൺ യൂസേജ്. നമ്മുടെ ഈ എപ്പോഴെപ്പോഴും ചെക്ക് ചെയ്യുന്ന കാര്യം ടൈം ബോക്സ്ഡ് ആയിട്ടുള്ള ഫോൺ യൂസേജിലേക്ക് ഒന്ന് റീപ്ലേസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം റീഅറേഞ്ച് ഡിസ്ട്രാക്റ്റിംഗ് ആപ്സ് നമ്മുടെ ഹോം സ്ക്രീനിൽ നിന്ന്. നാലാമത്തെ കാര്യം റീക്ലെയിമാണ്. ഈ നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, അതൊന്ന് ഓഫ് ചെയ്യാനായിട്ട് നോക്കുക നോൺ അർജൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളിൽ. അപ്പോൾ ഈ 4 Rകൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നമുക്ക് അല്പം ബെറ്റർ ആയിട്ടുള്ള രൂപത്തിൽ ഫോൺ യൂസേജ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. താങ്ക് യു.